ഹലോ ഗൈസ്, അങ്ങനെ വേറൊരു വീഡിയോ. ഇത്തവണ ഞാനൊരു ഐറ്റത്തിനെ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഇടയ്ക്കായിട്ട് ഞാൻ 2-3 അഡ്വഞ്ചർ വണ്ടികൾ ഓടിക്കാനായിട്ട് ഇടയുണ്ടായി. ഫസ്റ്റ് സ്പാർക്ക് കിട്ടുന്നത് എക്സ്പൾസിൽ നിന്നാണ്. ദെൻ എക്സ്പൾസ് 210 ഓടിച്ചു. അതും വളരെയധികം ഇഷ്ടപ്പെട്ടു. എനിക്ക് വണ്ടി എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത്രയും ബഡ്ജറ്റിൻ്റെ ഒരു പ്രശ്നം കാരണം നമുക്ക് അത് അഫോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ദെൻ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അത് കണ്ട ആൾക്കാർക്കറിയാം. ഒരു കരീഷ്മ, അതായത് ഫുള്ളി കസ്റ്റം ചെയ്തിരിക്കുന്ന ഒരു കരീഷ്മ. ഫുള്ളി കസ്റ്റം മീൻസ് ഒരു ഹാഫ് ഓഫ് റോഡ് ഹാഫ് ഓൺ റോഡ് ടൈപ്പ് ഓഫ് ഒരു ക്രോസ് റോഡ് വണ്ടി. അത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടമായി, നല്ല രീതിയിൽ ഇൻസ്പയർ ആയി. അപ്പോൾ അതുപോലെ കരീഷ്മ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഒരു ഓഫ് റോഡ് ആ ഒരു സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങാനായിട്ട്, ഒരു അഡ്വഞ്ചർ സെഗ്മെൻറ്റിലോട്ട് ഇറങ്ങാനായിട്ട് ഭയങ്കര ഒരു ആഗ്രഹം. അങ്ങനെ കരീഷ്മ എടുക്കാനായിട്ട് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് കരീഷ്മയുടെ ഒരുപാട് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ അറിയുന്നത്. അതായത് പാർട്സ് അവൈലബിലിറ്റി, അതുപോലെ ഇത് പണിയാനായിട്ടുള്ള ടാസ്ക്, അങ്ങനെ എല്ലാവരും ചില്ലറ കുറേ പണികളുണ്ട്. അങ്ങനെ തപ്പി ചെന്നപ്പോഴാണ് ഒരു സംഗതി കിട്ടിയത്. പിന്നെ എനിക്ക് ബഡ്ജറ്റ് ഒരു പ്രശ്നമായിരുന്നു. അണ്ടർ 1 lakh ഈ ഒരു പ്രൊജക്റ്റ്, ഹോൾ അഡ്വഞ്ചർ പ്രൊജക്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വണ്ടിയും അതുപോലെ തന്നെ കംപ്ലീറ്റ് അതിലോട്ട് കയറ്റാനായിട്ട് പറ്റിയൊരു സംഗതികളെല്ലാം കൂടെ തപ്പി വന്നപ്പോഴാണ് ഒരു സ്പെസിഫിക് ഇൻസ്റ്റ ഐ ഡി ഞാൻ കണ്ടത്. അതിനകത്ത് ഞാൻ പറഞ്ഞ ഈ ഒരു സാധനം നല്ല രീതിക്ക് പണിതിട്ടിട്ടുണ്ട്. സോ ഞാൻ ഒന്നും നോക്കിയില്ല. എന്നാൽ പിന്നെ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് അത്യാവശ്യം നീറ്റായിട്ടിരിക്കുന്ന ഒരു വണ്ടി തന്നെ എടുത്തു. വണ്ടി ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ ഒരു സാധനം നമ്മൾ എടുത്തേക്കുന്നത്. സോ ദിസ് ഇസ് എ പ്രൊജക്ട് ബൈക്ക് ഫോർ അസ്. ഒരു അഡ്വഞ്ചർ, പ്രോപ്പർ അഡ്വഞ്ചറിലോട്ട് കൺവേർട്ട് ചെയ്യാൻ. ഇപ്പോൾ കറണ്ട്ലി നിങ്ങൾക്കറിയാം, ഇതൊരു NS പോലെ തന്നെയാണ്. ഇതിൻ്റെ സസ്പെൻഷൻസും കാര്യങ്ങളും ഇല്ല. ജസ്റ്റ് അവർ ഫ്രണ്ടിലൊരു സെമി ഫെയറിങ് സെറ്റപ്പ് കൊടുത്ത് അതിനെ ഒരു ഹാഫ് അഡ്വഞ്ചറാക്കി മാറ്റിയേക്കുകയാണ്. ലുക്ക് വൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ വർക്ക് വൈസും വണ്ടിയുടെ എൻജിൻ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് നമ്മുടെ NSൻ്റെ സെയിം പെർഫോമൻസ് പറഞ്ഞു നിൽക്കുന്നത്. വണ്ടി PS3 ആണ്. ഞാൻ എടുക്കാൻ പോയപ്പോഴും ഇതൊന്നും ശ്രദ്ധിച്ചില്ല. ഐ വാസ് സർപ്രൈസ്ഡ്. ലൈക്ക് PS3 ട്രിപ്പിൾ സ്പാർക്ക് എൻജിൻ. പിന്നെ എൻജിൻ ഭാഗം അത്യാവശ്യം നല്ല നീറ്റാട്ടോ. കാരണം വെൽ മെയിൻറ്റെയിൻഡ് ആണ്. വണ്ടി മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എൻജിൻ നല്ല വൃത്തിക്ക് നിൽക്കും എന്നുള്ളത് അവിടെ കാണിച്ചു തന്നു. വണ്ടിക്കകത്തുനിന്ന് അനാവശ്യമായിട്ടുള്ള നോയ്സോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. വണ്ടി ഫുള്ള് ചെക്കപ്പ് ഒന്നും ചെയ്തിട്ടില്ല. ഇത് 2016 മോഡൽ വണ്ടിയായിരുന്നു. വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടമായി. വണ്ടി റീപെയിൻറ്റഡ് ആണ്. ചെറിയ റെഡ് പ്ലസ് ബ്ലാക്ക് ഒരു ഫിനിഷാണ് വണ്ടിക്ക് വന്നിരിക്കുന്നത്. അതുപോലെ സൈഡിൽ നമ്മുടെ ഡൊമിനറിൻ്റെ ബൈ ഡിഫോൾട്ട് നമുക്ക് ക്രാഷ് ഗാർഡ്, അതുപോലെ ഡോമിയുടെ ആ ടെയിൽ പീസും കാര്യങ്ങളെല്ലാം നമുക്ക് ബൈ ഡിഫോൾട്ട് വണ്ടിക്കകത്ത് കിട്ടി. ഇനി നമ്മൾ ഇതിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ സസ്പെൻഷൻ ഫുള്ള് നമ്മൾ എക്സ്പോസിൻ്റെ സസ്പെൻഷനിലോട്ട്, അതായത് ഒന്നേലും റാലിയുടെ ആകുമ്പോൾ നമുക്ക് കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റബിളാണ്, അതിലോട്ട് കൺവേർട്ട് ചെയ്യണം. എല്ലാം ഞാൻ പറഞ്ഞു തരുന്നില്ല, ഒരുപാട് അതുപോലെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനകത്ത് അത്യാവശ്യം കുറച്ച് പണികളുണ്ട്. നിങ്ങൾക്കറിയാം, സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു മെയിൻ്റനൻസ് വരുന്നതാണ്. അപ്പോൾ വണ്ടിക്കിപ്പോൾ കറൻ്റ്ലി കുറച്ച് പണികളുണ്ട്. അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കണം. വണ്ടിയുടെ ഒരു കോക്പിറ്റ് വ്യൂ ഒക്കെ രസമാണ്. നമ്മുടെ RSനെ ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീറ്റർ കൺസോൾഡാണ്. പിന്നെ ഇച്ചിരി ഹൈറ്റുള്ള വൈസറൊക്കെ കയറ്റി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. വണ്ടിയുടെ ഒരു എൻറ്റയർ ടാങ്കും കാര്യങ്ങളെല്ലാം കൂടെ ഉള്ളൊരു വ്യൂ. ഇനിയിപ്പോൾ നേരെ ഈ വണ്ടി നമുക്ക് LRL മോട്ടോഴ്സ്, എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്ത് തന്ന ഒരു സ്പോട്ടാണ് LRL മോട്ടോഴ്സ്. അവിടെ കൊണ്ടുപോയി വണ്ടി ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് സർവീസ് ചെയ്ത് അത്യാവശ്യം മെനക്കൊന്ന് ഇറക്കണം. അപ്പോൾ അതൊക്കെയാണ് സംഗതികൾ. നമുക്ക് നേരെ പോയിട്ട് വണ്ടി സർവീസിന് കൊടുക്കാം. ഓക്കെ, ഇതിൻ്റെ കാർബറേറ്ററിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു ട്യൂണിങ് ഇഷ്യൂ ഉണ്ട്. ഇത് ആക്ച്വലി വന്ന വഴിക്ക് സംഭവിച്ചൊരു കേസാണ്. ഒരു ചെറിയൊരു ലോക്കൽ വർക്ക്ഷോപ്പിൽ കയറ്റി ഇതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ഒന്ന് മാറ്റിച്ചു. സോ ഇതിൻ്റെ കാർബറേറ്റർ പണി അറിയത്തില്ലാത്തൊരു ടീം പണിത് അത്യാവശ്യം ഇപ്പം കുറച്ച് ശോഭമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഇതൊക്കെ കേട്ടോ. പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ബജാജിൻ്റെ കിറ്റിനകത്തുനിന്ന് വരുന്ന ഒരു ചെറിയ ക്രീക്കിംഗ് സൗണ്ട് അത് ഇതിനുണ്ട്. നമുക്ക് എന്തായാലും ഈ ഇറങ്ങിയിട്ട് ഫസ്റ്റ് നമുക്ക് നമ്പർ പ്ലേറ്റ് ആണ് ചെയ്യേണ്ടത്. എൻ്റെ നമ്പർ പ്ലേറ്റ് അത്യാവശ്യം പോയിരിക്കുക. അപ്പോൾ ഒരു ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്മുടെ പുതിയ
RTO അപ്രൂവ്ഡ് ആയിട്ടുള്ള ഫ്രണ്ട് ആൻഡ് ബാക്ക് നമ്പർ പ്ലേറ്റ് ആദ്യമേ കയറ്റാം. എന്നിട്ട് നമുക്ക് നേരെ LR1 മോട്ടോഴ്സിലോട്ട് പോവാം. ഓക്കെ, ഞാൻ വണ്ടി ഒന്ന് വലിച്ചെടുത്ത് കാണിക്കാം കേട്ടോ. നല്ല രസമായി സാധനം, അറിയാലോ. സൗണ്ടും കാര്യങ്ങളെല്ലാം ഇതൊക്കെ സാധനമല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു കിറ്റിൻ്റെയും കാര്യങ്ങളൊക്കെ ചെറിയ ക്രീക്കിംഗ് ഉണ്ട്. അത് നമുക്ക് അതായത് ഈ വൈബ്രേഷൻസ് മാറ്റി തരുന്ന ടീംസ് ഉണ്ടാവും, അതായത് കൊടുത്തു കഴിഞ്ഞാൽ മാറ്റി കിട്ടും. ഒന്ന് വലിച്ചെടുത്ത് കാണിച്ചു തരാവേ. 3rd ഗിയറിലാണ്. ഒരു വിഷയമില്ല, എഞ്ചിൻ നല്ല സ്മൂത്ത് ആയിട്ടാണ് റൺ ചെയ്യുന്നത്. അതുപോലെ വണ്ടിക്ക് അത്യാവശ്യം നല്ല വെയിറ്റിന് ആക്സസറീസ് കയറിയിട്ടുള്ളതുകൊണ്ട് തന്നെ അതിന്റെ ചെറിയൊരു ലാഗ് ഉണ്ട്. അതർവൈസ് വണ്ടി കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു. പുറമേ നമുക്ക് കാണുമ്പോൾ ഉള്ളൊരു കാഴ്ചയെ നമുക്ക് അറിയാനുള്ളൂ, അഴിച്ചു കഴിയുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നറിയാം. കാരണം ആന്തരിക അവയവങ്ങൾ ഒന്നും ചെക്ക് ചെയ്തിട്ടോ ഒന്നുമില്ല. അതും കൂടെ നമുക്ക് എല്ലാവരിലും കൊണ്ടുപോകുമ്പോഴത്തേക്കിനും നോക്കാം. എടപ്പള്ളിയിലാണ് ഇവരുള്ളത്. രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ വണ്ടി കൊടുത്തിട്ട് വേണം ഓഫീസിലോട്ട് പോകാൻ. ദെൻ ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വണ്ടി റെഡിയാകുമ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോയി എടുക്കണം.